ഹലോ, കൊമ്പൻകാട്ടിലെ കുഞ്ഞാപ്പു അല്ലേ? ഇപ്പൊ ഏത് വീട്ടിലാണ്? ഓ, നിങ്ങളിപ്പോ ഊട്ടിയിലാണോ? ഒറ്റക്കാണോ? അതെ, ഞാൻ ലാലിക്ക പറഞ്ഞിട്ട് വിളിക്കാണ്. അതായത് ഒരു ദുബായിൽ ഒരു പ്രോഗ്രാമിന് ഇൻവിറ്റേഷൻ ചെയ്യാൻ വേണ്ടി വിളിക്കാണ്. നിങ്ങള് ഇപ്പൊ ഷൂട്ടിലാണോ? ഫ്രീ ആണോ? ഓക്കെ. അപ്പൊ ഞാൻ ലാലിക്കനെ ഓൾറെഡി ഇന്റർവ്യൂ കഴിഞ്ഞു. ലാലിക്ക വരാൻ റെഡിയാണ്. അപ്പം ഇക്കാന്റെ ഡേറ്റും കൂടെ അവൈലബിലിറ്റി നോക്കിയിട്ട് നമുക്ക് പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ. ഓക്കെ, ഏതൊക്കെ ഡേറ്റിലാണ് ഫ്രീ ആയിട്ടുള്ളത്? ഈ മാസം തന്നെ വേണം നമുക്ക് പ്രോഗ്രാം. നിങ്ങൾ ഏത് ഡേറ്റ് ആണ് പ്ലാൻ ചെയ്യുന്നത്? അതായത് ഞങ്ങള് സിനിമയുടെ ഷൂട്ട് ഉണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ സിനിമയുടെ ഷൂട്ട് ഇല്ലേ? ഓൾറെഡി സിനിമയിൽ ഇപ്പോ ചെയ്തോണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ ഡേറ്റ് എന്താന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അന്നത്തെ ഡേറ്റിന് എനിക്ക് നമുക്ക് 26-ാം തീയതിയാണ് ഞങ്ങള് പ്രോഗ്രാം സെറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, 26-ന്. അതായത് 3 ദിവസമാണ്, 26, 27, 28 ദിവസങ്ങളാണ് പ്രോഗ്രാം ഉണ്ടാവുക. അപ്പൊ ലാല ഓക്കെയാണ്. ഷിക്കുക്ക് ഓക്കെയാണോ? തന്തപ്പുടി ഓക്കെ ആയ പിന്നെ മകന് പിന്നെ അതിലൊരു അപ്പീലും ഇല്ല. ഓക്കെ, അപ്പൊ ഞങ്ങള് പറയേണ്ടി വരും, ബ്രേക്ക് എടുക്കേണ്ടി വരും. അയ്യോ, താങ്ക് യു സോ മച്ച് ടോ. പക്ഷെ ഞങ്ങള് മലയാളികള് ഒരുമിച്ച് നടത്തുന്ന ഒരു ചെറിയ പരിപാടിയാണ്. അപ്പൊ ഞങ്ങൾ എല്ലാവരും ആരെ വിളിക്കണം എന്ന് വിചാരിച്ചപ്പോ നിങ്ങളെ വിളിക്കാം. ഞങ്ങളുടെ സ്വന്തം ആൾക്കാരായതുകൊണ്ട് നിങ്ങളെ വിളിക്കാന്ന് വിചാരിച്ചു. അപ്പൊ ഞങ്ങൾ മലയാളികള് വിചാരിച്ചു കുറച്ചധികം പരിപാടികൾ നിങ്ങളുടെ ഭാഗത്ത് ഉണ്ടെങ്കിൽ നന്നായിരിക്കും. തീർച്ചയായിട്ടും. എന്തൊക്കെ പരിപാടികൾ ചെയ്യും? അത് നിങ്ങൾ ഒരുമിച്ച് എന്തൊക്കെ പരിപാടികൾ ചെയ്യും? ഞങ്ങൾ ഒരുമിച്ച് പാട്ട് പാടും, മിമിക്രി ചെയ്യും, ഡാൻസ് ചെയ്യും. ഡാൻസ് ചെയ്യൂല്ലേ? ഡാൻസില് എന്തൊക്കെ ചെയ്യും? ഭരതനാട്യം, കുച്ചിപ്പുടി, മോഹിനിയാട്ടം? അയ്യോ, സത്യത്തിൽ ഞങ്ങള് വിചാരിച്ചു അങ്ങനത്തെ കുറച്ചുകൂടി വെറൈറ്റി ചെയ്യാൻ വേണ്ടി. അത് നല്ല എന്റർടൈൻമെന്റ് അല്ലേ? മതിയടാ. ഓക്കെ, ചിക്കോ, ഇത് സൈനിന്ന് ഇവര് ഇന്റർവ്യൂല് വന്നതാടാ. എന്നിട്ട് നമ്മള് ഇന്റർവ്യൂല് വന്നതാ, ഹോം ടൂറാ. എന്നിട്ട് ഒരു ഇന്റർവ്യൂല് വന്നപ്പോ എന്നെ കൊണ്ട് ചോദിക്കണ അന്നെ പ്രാങ്ക് ചെയ്യാൻ എന്തൊക്കെയാന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു എന്തായാലും ഗൾഫിൽ പ്രോഗ്രാം ഉണ്ട്. അപ്പോ അത് ഞാൻ പറഞ്ഞില്ല ഡേറ്റ്. ഇവര് വന്നപ്പോ ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞപ്പോ അങ്ങനെ എന്നാ ഓനെ സംഭവം സെറ്റായി. ഓക്കെ. എന്തായാലും ഞാൻ കൊടുക്കണ്ട, ആൾക്കൊന്നും കൊടുക്കണ്ടേ, ലൗഡാണ്. ശിഖുക്ക, ഞങ്ങൾ സത്യത്തിൽ നിങ്ങളുടെ ഇന്റർവ്യൂവിൽ എപ്പോഴും ഒരുമിച്ചാണല്ലോ കാണുക. അപ്പൊ ലാലിക്കാനോട് സംസാരിക്കുമ്പോ എങ്ങനെ ഷിക്കുക്കാനോട് സംസാരിക്കാതെ പോവാ? ഹോം ടൂറിന് വന്നതാണ്. ആൻഡ് എനിക്കൊരു ആഗ്രഹമുണ്ട്. അതായത് എപ്പോഴും എല്ലാവരെയും മിമിക്രിയിൽ കാണിക്കാറുണ്ട്, സൗണ്ട് ഇമിറ്റേറ്റ് ചെയ്യാറുണ്ട്. എനിക്ക് ലാലിക്കനെ ഒന്ന് ഇമിറ്റേറ്റ് ചെയ്ത് സൗണ്ടിൽ കാണിക്കാവോ? നമ്മൾ കൂടുതൽ ഇഷ്ടപ്പെടുന്ന വ്യക്തികളുടെ സൗണ്ട് ഒരിക്കലും എടുക്കാൻ കഴിയില്ല. ശരിക്കും അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങള്? ആരോട് വേണ്ടി ചോദിച്ചത്? നമ്മൾ കൂടുതൽ അടുത്ത ഒരാളുടെ സൗണ്ട് നമുക്ക് എടുക്കാൻ കഴിയില്ല. ഈ മിമിക്രി എന്ന് പറയുന്ന സാധനം തന്നെ ഒരാളെ ഇമിറ്റേറ്റ് ചെയ്യുന്ന പരിപാടിയാണല്ലോ. അപ്പൊ കൂടുതൽ അടുക്കണ ഒരാളോട് ആ സൗണ്ട് എടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും കഴിയില്ല. ഓക്കെ, ബഹുമാനവും ആ ഇഷ്ടമൊക്കെ ഉള്ളതുകൊണ്ട്. ഓക്കെ, എനിക്കറിയാം. ഭയങ്കര റെസ്പെക്റ്റോട് കൂടിയാണ് എപ്പോഴും ലാലിക്കനെ കുറിച്ച് സംസാരിക്കാൻ ഞാൻ കേട്ടിട്ടുണ്ട്. ഞങ്ങൾ ക്യാമറ ഓൺ ആക്കി കഴിഞ്ഞാൽ പിന്നെ ഡാപ്പോടാ ബന്ധായിരിക്കും, തവളാന്ന്. അങ്ങനെ ഇട്ടാപ്പൊട്ട ബന്ധങ്ങളായിരിക്കും ഞങ്ങൾ. ക്യാമറ ഓഫ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ബഹുമാനങ്ങളാ. അതെ. അതെ. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, വളരെ ലൈഫിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരാളാണ് ഇക്കാന്ന് എനിക്കറിയാം, ലാലിക്കാന്ന് എനിക്കറിയാം. ഞാൻ ഒരുപാട് തവണ ഇന്റർവ്യൂസ് കാണുമ്പോഴൊക്കെ ഇക്കാനെ കുറിച്ച് സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഇപ്പൊ പോലും ഭയങ്കര റെസ്പെക്റ്റോട് കൂടി സ്നേഹത്തോടെ സംസാരിക്കണേ. ഞാൻ ചോദിക്കാണ്, ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഇക്കാനെ കണ്ടുമുട്ടിയതിന് ശേഷം. ഇക്കാനെ കുറിച്ച് എപ്പോഴും ഓർമ്മ വരുന്ന അല്ലെങ്കിൽ ഒരു കാര്യം പറയാൻ പറഞ്ഞ എന്തായിരിക്കും പറയാ? ഓർമ്മ വരുന്ന കാര്യം പറയാണെങ്കിൽ, ഞാൻ എന്റെ ലൈഫിൽ ഒരു ഏട്ടൻ എന്നുള്ള ഒരു രീതി ഉണ്ടല്ലോ. നമുക്ക് എന്തിനും ഒരു കെയറിങ് കിട്ടണ ഒരു പരിപാടി. ഇത്രയും കാലം അതിലും ഇതിലും
അലഞ്ഞു തിരിഞ്ഞ് നടന്നിട്ട് ഒരാൾ കൈ തരാത്ത സമയത്ത് എന്റെ കഴിവ് എന്താന്ന് മനസ്സിലാക്കി ഒരു സഹോദരന്റെ പോലെ എന്നെ ഏറ്റെടുത്ത ഒരാളാണ് ഈ ലാല എന്ന് പറഞ്ഞ ആള്. അതെ, ഇതിന് മുന്നേ ഞങ്ങൾ പരിചയമുണ്ട്, പക്ഷെ അപ്പോഴൊന്നും അത്ര അങ്ങോട്ട് ഇതായിട്ടില്ല, കെമിസ്ട്രി വർക്ക് ചെയ്തിട്ടില്ല. ഒരുമിച്ച് കൂടിയതിനു ശേഷം പിന്നെ ഞങ്ങൾ ആ ബന്ധം വേർപിരുത്തിയിട്ടുമില്ല. അപ്പോ എടുത്തു പറയാനുള്ള അന്ന് തൊട്ട് ഇന്ന് വരെ ഉള്ളൊക്കെ എടുത്തു പറയാൻ കൊറേ ഉണ്ട്. അതൊന്ന് പറഞ്ഞാൽ എപ്പിസോഡ് തീരില്ല, ഇനിയും അതാണ് ഞങ്ങൾ അങ്ങനത്തെ മൈൻഡ് ഉള്ളവരാ. കാരണം കണ്ടന്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയാണല്ലോ തലേന്ന് ഉദിക്കുക. തീർച്ചയായിട്ടും ഞങ്ങൾ വണ്ടിയിലിരുന്ന് എന്തെങ്കിലും സംസാരിക്കുമ്പോ അത് ചിലപ്പോൾ ഒരു കണ്ടന്റ് ആയി മാറും. അത് ഞങ്ങള് ആലോചിക്കും, ഇങ്ങനെ ഒരു സാധനം പ്ലാൻ ചെയ്താലോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഓരോ ഓർമ്മകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ കണ്ടന്റ് ഒക്കെ ചെയ്തു പോവാണ്. പിന്നെ ലൈഫില് ഒരു സഹോദരൻ എന്നുള്ള രീതിക്ക് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായ ഒരു വ്യക്തി എന്ന് പറയുന്നത് മൂപ്പര് മാത്രമേ ഉള്ളൂ. വലിയൊരു കാര്യം. ഇപ്പോഴും ഇതുപോലെ തന്നെ ഹാപ്പി ആയിട്ട് പോവാ നിങ്ങളുടെ കോണ്ടന്റ് വീഡിയോസ്. പിന്നെ എന്താ അറിയോ, പിന്നെ ഈ സഹോദരൻ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വാപ്പ മോൻ എന്നുള്ള ഒരു ബന്ധമായി. അതെ, പിന്നെ ആ ബഹുമാനങ്ങളെ അതാണ്. പിന്നെ എനിക്ക് പിന്നെ സന്തോഷമായി. ഞാന് പിന്നെ വൃത്തിയായിട്ട് ഒരു പരിപാടിക്ക് എന്നെ വിടൂലായി. ഇപ്പൊ ഞാനിനി വല്ല പാർക്കിക്കൊക്കെ പോയി കഴിഞ്ഞാൽ അപ്പൊ ചോദിക്കും കോയാക്ക എവിടെയാണ്. അതെ, ഒരാൾ ചോദിച്ചാൽ അടുത്താൾ എവിടെ ചോദിക്കും. ആ കോയാക്ക ഇപ്പച്ചി എവിടെയെന്നാ ചോദിക്കും. എല്ലാരും ഇപ്പച്ചിന്നാ പറയുള്ളൂ. എന്റെ ഇപ്പച്ചി എവിടെ, എന്റെ ഇപ്പച്ചി എവിടെ. അപ്പൊ ഇന്റെ ഇപ്പ എന്നുള്ള രീതിക്ക് മൂപ്പരായി. അതെ, അപ്പൊ അത് ഒരു സന്തോഷമാണ്, വലിയൊരു ഭാഗ്യമാണ് ലൈഫിൽ അങ്ങനത്തെ ഒരാൾ ഇങ്ങനെ ആയി വരിക എന്നൊക്കെ പറയുമ്പോ. പിന്നെ എന്റെ ലൈഫില് ദുബായ് എന്ന് പറഞ്ഞൊരു സംഭവം ഫസ്റ്റ് തന്നെ പ്രാങ്ക് ചെയ്യുന്ന ദുബായ് കേസാണല്ലോ. അതെ, ഞാൻ അത് എന്നോട് ചോദിച്ചതാണ് ചിക്കോ. എന്ത് പറഞ്ഞാലാ വീഴാന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ഓന് പ്രോഗ്രാം ഭയങ്കര ഇഷ്ടമാണ് ഗൾഫില്, അതിന് പറഞ്ഞിട്ട് നമുക്ക് പ്രാങ്ക് ചെയ്യാന്ന് പറഞ്ഞു. നന്നായി മനസ്സിലാക്കിയിരിക്കുന്നു. അതെ അതെ, കാരണം എന്റെ ലൈഫിൽ ഫസ്റ്റ് ടൈം ആയിട്ട് ഈ പ്ലെയിനില് വിമാനത്തില് യാത്ര ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, അത് വേറൊരു വൈബാ. വെറുതെ ഇരിക്കുമ്പോ അതിനൊക്കെ ഒന്ന് കയറി വെക്കി. അപ്പൊ അതില് പോകുമ്പോ നമ്മക്ക് കൂടെ ഇഷ്ടപ്പെട്ട ഒരാളുണ്ടല്ലോ, ഇഷ്ടപ്പെട്ട ഒരാളായിട്ട് വിമാനത്തില് യാത്ര ചെയ്യുമ്പോ അത് ഭയങ്കര സന്തോഷം. ആ പ്രകൃതിയും ആ ഒരു സിറ്റുവേഷനും. അപ്പൊ അതിന്റെയൊക്കെ ഭാഗ്യം കിട്ടിയത് ഇപ്പച്ചിന്റെ അടുത്ത്. പറഞ്ഞേക്കടാ, ഞാൻ എനിക്ക് ഈ കണ്ടന്റ് പെട്ടെന്ന് കത്താൻ കാരണം എന്താ വെച്ചാൽ എന്നെ പ്രാങ്ക് ചെയ്യാൻ എന്താ ചെയ്യാന്ന് ചോദിച്ചപ്പോ പെട്ടെന്ന് കത്താൻ കാരണം ഞാൻ ഇന്നലെ ഗൾഫില് പ്രോഗ്രാം ഉണ്ട് എന്ന് പറഞ്ഞില്ലേ, അപ്പൊ ചിന്നെ കെട്ടിപ്പിടിച്ചാണ് ഉമ്മച്ചില്ലേ. ഇന്നലെ വൈകിട്ട് വീഡിയോ കഴിഞ്ഞു, ഞങ്ങൾ ഇന്നലെ ഷൂട്ട് കഴിഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞടാ ഗൾഫിൽ പ്രോഗ്രാം ഉണ്ടായിരുന്നു, അതിന് ഒന്ന് കെട്ടിപ്പിടിച്ച് 3-4 ഉമ്മച്ചി. അപ്പളാണ് എനിക്ക് പെട്ടെന്ന് ഇത് കത്തിയത്. അപ്പൊ പെട്ടെന്ന് അതാ കത്താൻ കാരണം. ഓക്കെടാ, ഏതായാലും ശരി. ഓക്കെ, സംസാരിക്കാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. ഇനി നമുക്ക് കാണണം കേട്ടോ, ഇന്റർവ്യൂസിൽ രണ്ടുപേരും ഒരുമിച്ചൊക്കെ നമുക്ക് ഇന്റർവ്യൂ എടുക്കാൻ ഭാഗ്യം കിട്ടട്ടെ. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ആ ഒരു റെസ്പെക്റ്റും ഇഷ്ടമൊക്കെ സംസാരത്തിലുണ്ട് ശരിക്കും. അല്ല, ഞാൻ അതാണ് ഇന്നലെ ഞാൻ പ്രോഗ്രാം ഉണ്ട് എന്ന് പറഞ്ഞു, ഇങ്ങനെ ഗൾഫിൽ പ്രോഗ്രാം ഉണ്ട് സത്യത്തിലുണ്ട്. അപ്പൊ എന്നെ കെട്ടിപ്പിടിച്ച ഓരും വെച്ച് അത് പിടിച്ചീനാണ്. ഞാൻ ഇങ്ങനത്തെ പ്രോഗ്രാം ഒഴിവാക്കലാണ്, കാരണം ഇവിടെ അതിനത്രയും പ്രോഗ്രാം ഉണ്ടായിട്ട്. അപ്പൊ ഇത് പിടിച്ചല്ലോ ഞാന്, അപ്പൊ അതിന് വേണ്ടിട്ട് സന്തോഷം. ഈ ലൈഫിൽ അങ്ങനെ ഒരാള് ഭയങ്കര ട്രൂ ആയിട്ട് നമ്മളെ ഇഷ്ടപ്പെടാന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ ഒരു എന്താ പറയാ, ഇന്നത്തെ കാലത്ത് ഭയങ്കര റെയർ അങ്ങനത്തെ ആളുകൾ അല്ലേ. കുട്ടി മനസ്സാണ്, ക്യാരക്ടർ പോലെ തന്നെയാ. കുട്ടി മനസ്സാണ് ആ ക്യാരക്ടർ, അതേപോലെ തന്നെ. അതുകൊണ്ടാണ് കുട്ടികൾ അത്രയും ഓനെ ഇഷ്ടപ്പെടുന്നത്. ഓനെ മുടി ഇങ്ങനെ വെച്ചിട്ടും അതിങ്ങനെ ചെറിയ പൂക്കൾ കുത്തിച്ചിട്ടും. അതുകൊണ്ടാണ്. അല്ലാതെ ഓൻ ഒരു സാധാരണ കുഞ്ഞപ്പോയി നടക്കുകയാണെങ്കിൽ ഓൻ ആർക്കും ചിലപ്പോൾ ഇഷ്ടം ഉണ്ടാവില്ല. കുട്ടികളെ മനസ്സിൽ അത്രയും ഓൻ ക്യാച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സാധനങ്ങളൊക്കെ വെച്ചിട്ടാണ് കോമഡിത്തരം കാട്ടിയിട്ടും പിന്നെ ബാന്ന് കരഞ്ഞു എക്സ്പ്രഷൻ. നിങ്ങളുടെ ഈ ഒരു കോംബോ ആണ്, അല്ലെങ്കിൽ ഇപ്പൊ സംസാരിക്കുമ്പോൾ എനിക്കത് മനസ്സിലാവുന്നുണ്ട് നിങ്ങളുടെ ആ ഒരു കണക്ഷൻ. അതാണ് നമ്മൾ വീഡിയോസിൽ കാണുമ്പോൾ ആളുകൾക്ക് അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നത്. ഞങ്ങള് വേഷം മാറ്റി കഴിഞ്ഞാൽ പിന്നെ അവിടെ ഉപ്പച്ചി മോനാണ്, അവിടെ പിന്നെ ലാലും ചിക്കുവല്ല, ആള് മാറും. എന്റെ പേര് ചിക്കൂന്ന. അവിടെ ചിക്കു എന്ന് പറയുമ്പോഴേ കേൾക്കണേ, എന്നെയാണ് വിളിക്കണത്. ഓക്കെ, ഇപ്പം ഓരോ ദിവസം അല്ലെങ്കിൽ ഓരോ വർഷം പുതിയ പുതിയ കാര്യങ്ങൾ, നല്ല കാര്യങ്ങൾ ലൈഫിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി ഒരു ആഗ്രഹം എന്താന്ന് ചോദിക്കുക. ഇപ്പൊ വീട്, അഭിനയം എന്ന് പറയുന്നത് സക്സസ് ആയി, രണ്ടുപേരുടെ ലൈഫിൽ നടന്നു. അപ്പൊ ഇനി ഒരു ആഗ്രഹം എന്ന് ചോദിക്കുകയാണെങ്കിൽ എന്തായിരിക്കും? ഇനി ഇതേപോലെ പോകണം, അതേപോലെ നമ്മൾ ഇതിമന്ന് ഇറങ്ങാതെ അങ്ങനെ പോകണം. അതായത് ഇതിമന്ന് നമ്മൾ ഔട്ട് ആവാതെക്കണം, അതാണ് ഏറ്റവും വലിയ ആഗ്രഹം. ഔട്ടായി കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ സങ്കടം വരും. കാരണം നമ്മൾ കുറേ ആൾക്കാർ ഇഷ്ടപ്പെടണു, ഫോട്ടോ എടുക്കണു, നമ്മൾ ഇതാക്കണു. ഔട്ടാകാതെ നമ്മൾ കയറ്റി വെച്ച ആൾക്കാരെ നമ്മളെ കുലുക്കി ചാടിക്കും നമ്മളടുത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയാൽ. അപ്പോൾ ആ ലെവലിൽ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ഇങ്ങനെ പോയി കിട്ടണം. ഒരാൾക്കും ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ
ഒരാളെ കൊണ്ട് പറയിപ്പിക്കാത്ത കോലത്തിൽ അങ്ങനെ അതേ ഒരു സ്റ്റേജിൽ ഇങ്ങനെ പോയി കിട്ടണം. അത്രേ ഉള്ളൂ. ഏറ്റവും വലിയ ആഗ്രഹം സിനിമയിലെത്തുക, അങ്ങനെ സാധനങ്ങളാണ്. അത് ഞാൻ നേരത്തെ പറഞ്ഞു. പക്ഷെ ഇതിൽ നിന്നൊരു കോട്ടം വരാത്ത കോലത്തിൽ പോകാൻ പറ്റുമോ എന്ന് നോക്കണം. സോഷ്യൽ മീഡിയയാണ്, പറ്റില്ല എന്നുള്ള കാര്യങ്ങൾ എനിക്ക് വ്യക്തമായിട്ട് അറിയാം. എന്നാലും ഞങ്ങൾക്ക് അറിയാം കൃത്യമായിട്ട്. എനിക്കത് ഭയങ്കര ഒബ്സർവ് ചെയ്യുന്ന ആളാണെന്ന് എനിക്ക് തോന്നിയിട്ട്. നിങ്ങളൊരു കോണ്ടന്റ് ക്രിയേഷൻ ആണ്, ക്യാരക്ടേഴ്സ് ചെയ്യുമ്പം രണ്ടുപേരും സത്യത്തിൽ നന്നായിട്ട് ഒബ്സർവ് ചെയ്യുന്ന ഒരാളാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്.